വീട്ടിൽ വാങ്ങുന്ന പാൽ ഉപയോഗിച്ച് തന്നെ വീട്ടിൽ നമുക്ക് നല്ല ശുദ്ധമായ നെയ്യ് ഉണ്ടാക്കിയെടുത്താലോ? പരിശുദ്ധമായ നെയ്യ് നമുക്കിങ്ങനെ വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് ഞാൻ ഏകദേശം 20 ദിവസം കൊണ്ട് മാറ്റി വെച്ചിരുന്ന പാൽപ്പാടയാണ്. പാല് നന്നായി തിളപ്പിച്ച ശേഷം അത് തണുത്ത് അതിൻ്റെ മീതെ കൂടുന്ന ആ പാട മാറ്റി ഒരു പാത്രത്തിലേക്ക് ശേഖരിച്ച് വയ്ക്കുക. ദിവസവും ഇതുപോലെ പാട ശേഖരിച്ച് മാറ്റി വയ്ക്കുക. ഇത് ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അത് കേടായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കുക. ഇത് തയ്യാറാക്കുന്ന ദിവസം ഫ്രീസറിൽ നിന്നെടുത്ത് ഒരു 20 മിനിറ്റിൽ കൂടുതലെങ്കിലും പുറത്ത് വയ്ക്കുക. റൂം ടെമ്പറേച്ചറിൽ തന്നെ വച്ചിരുന്നാൽ മതി. അപ്പോൾ ആ കട്ടിയായിട്ടിരുന്ന പാടയെല്ലാം അലിഞ്ഞ് നല്ല പരുവത്തിനായി നമുക്ക് കിട്ടും. എന്നിട്ട് ഐസ് ക്യൂബും ഐസ് വെള്ളവും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ഈ പാൽപ്പാടയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കുക. ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ മീതെ ഇതിൻ്റെ വെണ്ണ തെളിഞ്ഞു വരും. ആ വെണ്ണ പതിയെ നമ്മൾ ശേഖരിച്ച് മാറ്റി മാറ്റി എടുക്കുക. ഈ മീതെ തെളിഞ്ഞു വരുന്ന നല്ല ശുദ്ധമായ വെണ്ണയാണ് കേട്ടോ. കലർപ്പൊന്നുമില്ലാത്ത വെണ്ണയും നെയ്യും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു നല്ല കാര്യമല്ലേ. ഇത് അടികട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് പതിയെ നീക്കം ചെയ്ത് മാറ്റുക. തണുത്ത വെള്ളം ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഇളക്കി എടുക്കുക. ഇതാദ്യം ഈ പതയൊക്കെ മാറി ഇതിൻ്റെ കളർ ക്രമേണ മാറി മാറി വരും. ഇപ്പോൾ കണ്ടോ, കളർ മാറി വരുന്നത് കണ്ടോ? ആ പതയൊക്കെ തിളച്ച് മീതെ വരും. ഗോൾഡൻ നിറം ആയി മാറും ഇത് പിന്നീട്. അധികം കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. ഇതൊരു ഗോൾഡൻ നിറം ആകുമ്പോഴേക്കും തന്നെ സ്റ്റൗ ഓഫ് ചെയ്യുക. ഇത് നന്നായി അരിച്ച് എടുക്കുക. തണുത്തതിന് ശേഷം നമുക്ക് കുപ്പിയിലേക്ക് മാറ്റി സൂക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ എനിക്ക് ഏകദേശം ഒരു 200 ഗ്രാം നെയ്യ് ഇത്രയും ഇതിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് പരിശുദ്ധമായ നെയ്യ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്.